മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് ഉൾപ്പെടുന്ന വെല്ലങ്കാട്ട് മാങ്കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വഴി ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടുത്തെ ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാ മേഖലകളും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളടക്കം വഴിയും വെളിച്ചമൊക്കെ വരുന്ന ഈ ഒരു കാലത്തും ഈ ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു ഈ റോഡ് പോലുള്ള ഈ വഴി ഇങ്ങനെ ആയിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികം പഞ്ചായത്തിന് കൊടുത്തിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികമായി 20 വർഷത്തോളമായി ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. പഞ്ചായത്തിലേക്ക് നൽകിയിട്ട് അത് 20 വർഷത്തോളമായി. 10-20-ലധികം വരുന്ന കുടുംബങ്ങളുണ്ട് ഇവിടെ. അവർക്ക് ഈ വഴി ഒന്ന് റോഡാക്കി നൽകാൻ ഇതുവരെ പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായിട്ട് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അതിന്റെ പിറകെ നടക്കുകയാണ്. ഈ വഴി നമുക്ക് കാണാൻ തോന്നുന്നു കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തു കൂടിയാണ് സ്കൂൾ കുട്ടികളടക്കമുള്ള ചെറിയ LKG UKG ഉൾപ്പെടെയുള്ള കുട്ടികൾ ഒരു പക്ഷേ ഇഴജന്തുക്കളും പാമ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വഴി. ഈ വഴിയിലൂടെയാണ് കുട്ടികളടക്കമുള്ളവർ സ്കൂളിലേക്ക് അടക്കം പോകുന്നത്. ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പം ഇവിടെ ഈ പരിസരത്തൊക്കെ അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കസേരയിലേറ്റി ഈ പറമ്പുകളിലൂടെ മറ്റുള്ള റോഡുകളിലേക്ക് എത്തിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. 10 വർഷമായി ഈ റോഡിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്ര ഉണ്ട് എന്നുള്ള. ഈ പ്രദേശത്ത് ഏതാണ്ട് 10-20-ലധികം കുടുംബങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ഒരു റോഡ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇതിന് പുറത്തുള്ള ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരു വാഹനം പോലെ ഇറങ്ങാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ദുരിതത്തിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു റോഡ് എന്ന സ്വപ്നമാണ് അവർക്കുള്ളത്. ആ ഒരു ബുദ്ധിമുട്ടിലാണ് അവർ നമ്മെ ബന്ധപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ഏതാണ്ട് 10-20-ലധികം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. കുറെ വർഷങ്ങളായി ഇതിന്റെ പിറകിൽ നടക്കില്ലേ? അതെ, 10 വർഷമായിട്ട് നിരന്തരമായിട്ട് കയറി അങ്ങോട്ട് ഓഫീസും കാര്യമൊക്കെ എല്ലാ ഗവൺമെന്റ് ഓഫീസും കയറി ഇറങ്ങിയിട്ട് ഇപ്പം കത്തും കാര്യമൊക്കെ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഫസ്റ്റ് തന്നെ കലക്ടർക്ക് അയച്ചു. കലക്ടർ പിന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചു. അവിടുന്ന് അവര് ഇങ്ങനെ പെരുവള്ളൂർക്ക് അയക്കും. അവര് ചെറിയൊരു എത്ത് തരും, ഞങ്ങൾ ശരിയാക്കാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പിന്നെ മുഖ്യമന്ത്രിന്റെ അദാലത്തിൽ കൊടുത്തു. പിന്നെ റിയാസ് സാർ കൂരാട് വന്നിരുന്നു, കൈത്താങ്ങും അതിൽ കൊടുത്തു. അതിനൊക്കെ പഞ്ചായത്ത് ഞങ്ങൾ ശരിയാക്കുന്നുള്ള മറുപടികൾ ശരിയാക്കുന്നില്ല. 10 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാക്കാന്ന് പറയും. നിങ്ങളിപ്പോ ഈ പ്രദേശത്ത് എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ 10-20 കുടുംബങ്ങളുണ്ട്. അത്ര തന്നെ ഇവിടെ സ്ഥലമുള്ള ആൾക്കാർ വീട് എടുക്കാൻ. വണ്ടിയും കാര്യം വാഹനം വരാത്തതുകൊണ്ട് ആർക്കും വീട് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കല്ല് 2000 രൂപ കല്ല് കിട്ടുകയാണെങ്കിൽ 5000 രൂപ ചെലവാണ് കട്ടുകൂലി. ആളെ തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഇപ്പം ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പം അസുഖം വന്നാലൊക്കെ കസേരയിലും കയറ്റിയൊക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയല്ല? കസേര കയറ്റിയാണ്ട് റോഡ് വരുന്നിടത്തേക്ക് 4 വീട് അപ്പുറം കൊണ്ടുപോകണം. അതേമാതിരി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നാലും അതേമാതിരി ഇങ്ങോട്ട് കസേരയിൽ എത്തിക്കാണ്ട് 4 ആളെ ഏറ്റി പിടിച്ച് കൊണ്ടുവരണം. പിന്നെ അല്ല ഈ ഇത്രയും ആൾക്കാരുടെ ആവശ്യം തന്നെ ഈ റോഡ് എന്നൊരു സ്വപ്ന ഇതൊന്ന് നിറവേറ്റി കാണാനാണ്. അല്ലാതെ ഇതിപ്പോ ആർക്കും ഇപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഇത്രയും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇത് പഞ്ചായത്തിന്റെ റോഡ് രേഖയിലുള്ളത്. അപ്പൊ ആ ഒരു സ്വപ്നം പോവാനേ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇപ്പൊ ഈ മീഡിയക്കാർ എന്നുള്ള നിങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഈ 10 വർഷം ഇങ്ങനെ നിൽക്കാൻ കാരണം ഇത് ഓല് വലിയ ബഡ്ജറ്റ് പറഞ്ഞുകാണ്ട് അത്ര ആസ്തിമാണ് ഇത്ര പൈസമാണ് പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല എന്ന് പറയണേ. അവന് പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഒരു PW വകുപ്പിനോ അല്ലെങ്കിൽ മേലെ അധികാരികൾക്ക് കൈമാറുന്നില്ല. അങ്ങനെ ചെയ്താലല്ല അതുപോലെ ചെയ്യണില്ല. പിന്നെ നമുക്കിപ്പോ ഈ സാധാരണക്കാരിപ്പോ ഇവിടെ ഈ കൂലി പണിക്ക് പോണ ആൾക്കാർക്ക് ഇപ്പൊ അങ്ങേയറ്റം പോകാൻ ഒരു പ്രയാസം ഉണ്ടല്ലോ. ഇത് പഞ്ചായത്തിന്റെ അനാസ്ഥ തന്നെ ഇതിന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഇത്രയും ആൾക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു കൊല്ലം 1 ലക്ഷം റുപ്യേന്റെ പണി ചെയ്താലും 5 കൊല്ലം കൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാവും. ഇത് റബ്ബറൈസർ ചെയ്യാനോ അല്ലെങ്കിൽ വിമാനം ഇറക്കാനോ ഹെലികോപ്റ്റർ ഇറക്കാനോ അല്ല. അവനാന്റെ ആവശ്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു വാഹനം ഒരു ഓട്ടോറിക്ഷ വരാനുള്ള ഒരു കോലം അതെങ്കിലും ഒരു ചെയ്തു തരാം. അതുപോലെ ചെയ്യുന്നില്ല. നമ്മൾ ഓരോട് പറയുന്നുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഇത് ചെയ്യേണ്ട 196 മീറ്റർ അല്ലേ, ഇത് ഫുള്ളായിട്ട് നിങ്ങൾ നന്നാക്കി തരണ്ട. മേലെ ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗം ഒന്ന് റെഡിയാക്കി തന്നെ ഇത് നമ്മൾ തന്നെ നന്നാക്കും. ഈ ഇതേമാറ്റ സ്ഥലമാണ് മണ്ണിടാനും ഇനി കൈക്കോട്ടുകൊണ്ടോ കൊത്തി കോരാനൊക്കെ JCB പണി നമ്മൾ തന്നെ ചെയ്യും. ഇപ്പോലെ ചെയ്ത വർക്കിന് തന്നെ 40,000 ഉറുപ്പ്യ ഇത്രയും ആൾക്കാർ വന്ന് പിരിപ്പിച്ച് കൊടുത്തേന്. ഈ 6 ലക്ഷം റുപ്യ പഞ്ചായത്തിന്റെ വകവലി ചെലവാക്കിയിട്ടും അതിനൊന്നും ഒരു രേഖ കണക്കോ കാര്യമൊന്നുമില്ല. ഓലൊക്കെ അങ്ങനെ നമ്മൾ ഓലൊന്ന് താല്പര്യം കാട്ടിയാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഇനിയും സഹായം ഓൽക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ ഓല് ചെയ്യണില്ല. സാധാരണക്കാരായ നമുക്ക് ഈ പരാതി നൽകാനുള്ള ഒരു അവസരം ഗ്രാമസഭയാണ്. ഈ കഴിഞ്ഞ 2 ഗ്രാമസഭയിൽ ഞാനും അൽവ്യൂട്ടിയാക്കി പങ്കെടുത്ത ആൾക്കാരാണ്. അവിടുന്ന് നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് അപ്പൊ അവര് പറഞ്ഞത് ഇത് നമ്മൾ MLA ഫണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊടുത്തിട്ട് കഴിഞ്ഞ ഗ്രാമസഭയിലും അതേ മറുപടി തന്നെ നമ്മളോട് പറഞ്ഞത്. അതിന് മുമ്പത്തെ ഗ്രാമസഭയിലും അതേ മറുപടി. അപ്പൊ ഇതിന്റെ മുന്നോട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ട് ചോദിച്ചാൽ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മറുപടിയാണ്
വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അതായത് സ്വന്തം വീടുകളിലേക്ക് വഴിയില്ല എന്ന് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഇവിടെയുള്ള ആളുകളൊക്കെ അവരുടെ ബൈക്കും വാഹനങ്ങളൊക്കെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ നിർത്തിയിടുക, അല്ലെങ്കിൽ റോട്ടിലൊക്കെയാണ് നിർത്തിയിടുക. കാരണം ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി ഇറങ്ങാന്നുള്ളത് അവരുടെ സ്വപ്നമാണ്, ഇറങ്ങുന്നില്ല. ഇപ്പം ഇവിടുത്തെ കുടുംബങ്ങൾ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ആൾക്കാർ അസുഖങ്ങൾ വന്നാലും കൊണ്ടുപോകാൻ എത്ര പേരുണ്ട്, അസുഖങ്ങളും ആയിട്ട് മരിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. നമ്മളിപ്പോ അവര് പറഞ്ഞ മാതിരി 4 വീടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുപോണത്. കുറെ പേരുണ്ട്. കാര്യം പറയുമ്പോ സങ്കടമാണ്. ഒരുപാട് പേരുകളുണ്ട് സുഖമില്ലാതെ പറ്റമ്പി കടന്നിട്ടോ ആംബുലൻസിന്റെ ഷട്ടർ കൊണ്ടുവന്ന് വരെ കൊണ്ടുപോയ അവസ്ഥയുണ്ട്. ഇവരോട് പറയുമ്പോ ഇവരെപ്പോഴും പറയുന്നത് എന്താ പാസ്സാക്കിന് അങ്ങനെ ഒരു പാസ്സാക്കി ഞങ്ങൾ മേലെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഓല് പിന്നെ പോയതാ. ഇതുവരെയായിട്ട് പിന്നെ ഇങ്ങോട്ടൊരു ഇതില്ല. ഓല് ശരിയാക്കും എന്നാ പറയുന്നത്. എത്ര പേരുണ്ട് പറഞ്ഞാവൂല. സങ്കടങ്ങളാണ്. ഒരുപാട് എഞ്ഞി നടന്നു പോയിട്ട് ആ വീട് വരെ പോയത്, ഇനി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എഞ്ഞി പോയവര് വരെ ഉണ്ട്. ഓൽക്കൊക്കെ നമുക്ക് പിടിക്കാൻ കഴിയണോൽക്കൊരു ഇതല്ല പിടിക്കൽ. കസാല ഇപ്പൊ ഈ മെന്നെ കണ്ടില്ല, കസാല പിടിച്ചു കൊണ്ടുപോണത്. സങ്കടങ്ങൾ പറഞ്ഞാൽ ഒരുപാടാണ്. കുറെ പേരുണ്ട്. ഭയങ്കര സ്കൂട്ടിലൊക്കെ ഈ റോട്ടിൽ തന്നെയാണോ കുട്ടികളൊക്കെ പോകുന്നത്? സ്കൂൾ കുട്ടികളൊക്കെ ഈ റോട്ടിൽ തന്നെ പോണത്. ഈ റോഡ് നിങ്ങൾ കണ്ടില്ല, കേറി പോണത് കാടും വഴി ഇതൊക്കെയാണ്. പക്ഷെ റോഡ് എന്ന് പറയാൻ പറ്റൂല. ഓല് ഇത്രയെങ്കിലും ആക്കിയിട്ട് നമുക്കൊരു വണ്ടി പോലും വരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. എന്നാലും ഓല് ഏകദേശം മേലെ ഇപ്പൊ കാക്ക പറഞ്ഞ മാതിരി മേലെങ്കിലും ഒരു കുറച്ചാക്കിയൊക്കെ നമ്മളിവിടെ നന്നാക്കി അത്യാവശ്യം വണ്ടി വരാൻ നമുക്ക് ഇവിടെ കഴിഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഓലേക്കുന്ന ഒരു ഇത് കിട്ടണില്ല. ഒരുപാട് സങ്കടങ്ങൾ. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ റോഡ്. അതായത് സ്ഥലവും കാര്യമൊക്കെ നമ്മൾ കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ടും നമുക്ക് ഈ റോഡ് നമ്മൾ കാത്തിരുന്നിട്ട് കിട്ടണില്ല. എത്രയോ ഞങ്ങൾക്കൊക്കെ കാലുകൊണ്ട് വയ്യാതെ നടക്കണം മനുഷ്യന്മാരെ. മുട്ടിനും ഊരൊക്കെ ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണ്. ഈ റോഡ് വിചാരിച്ച് നിന്നിട്ട് താഴെ ഒരു ചവിട്ടി നടക്കാനുള്ള ഒരു വയ്യ പോലും ഇല്ല. കയറ്റം കയറാൻ കഴിയൂല. കയറ്റം കയറിയിട്ട് നമ്മുടെ അടുക്ക് കയറാൻ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ ഈ 4 വീട് അപ്പുറം പോകും. അങ്ങോട്ട് അങ്ങേപ്പുറം റോഡ് കടന്നിട്ടാണ് നമ്മൾ പോണത്. കയറ്റം കയറാൻ കഴിയില്ല. ആദ്യം നമുക്ക് സുഖമായിട്ട് ഇടായി അതിന് കയറി. ഇപ്പൊ ഇങ്ങനെ അതിന്റെ ശേഷം തീരും കയറാൻ വയ്യാതായി. കാട് മൂടി കിടക്കുന്ന തോന്നുന്നില്ലേ? കുട്ടികളൊക്കെ പോകുന്നത് ആയിക്കോട്ടെ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞാൽ 2 രോഗികളേനി. അപ്പൊ അവരൊക്കെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞല്ലോ. ഒരാൾ മരിച്ച്. അങ്ങനെ ഞങ്ങള് സ്കെച്ചർമല് ഇതേപോലെ കസാലയില് ഒക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോവല്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. ഈ രോഗികളൊക്കെ അവരും വന്ന് കണ്ടുകണ്. പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാരും വന്ന് കണ്ടുകണ്. അപ്പൊ നമുക്ക് റോഡ് ഇതുവരെ വന്നിട്ടില്ല. അതാണ്. ഏതായാലും വലിയ ദുരിതമാണ് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇവർ ഈ റോഡിന് വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വിട്ടുകൊടുത്താണ്. പക്ഷെ എന്നിട്ടും ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടും അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നിരവധി രോഗികളുള്ള ഒരു പ്രദേശമാണ്. അവരൊക്കെ ഇത്തരത്തിൽ ഈ സ്ട്രക്ചറിലോ അതോടൊപ്പം തന്നെ കസേരയിലൊക്കെ ഇരുത്തി ഈ മീറ്ററുകളോളം കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ്. ആ മുകളിൽ നിങ്ങൾ വീടാണ്. നമ്മള് SC ഫണ്ട് ഉപയോഗിച്ചോട്ടെ. ഇതിന് SC ഫണ്ടൊക്കെ വെക്കാലോ. ഓൽക്ക് എത്രയോ SC ഫണ്ടുകൾ എത്രയോ റോഡിന് ഓല് ഉപയോഗിക്കണം. SC ഇല്ലാത്ത നാട്ടിക്ക് ഏരിയയില്. ഇപ്പൊ നമ്മളിപ്പോ ആ തൽക്കാലം ഇറങ്ങണ നമ്മളെ SC ആണ്. ആ SCന്റെ ലെവലില് ആ പേരില് ആ ഫണ്ട് എത്രയോ ഫണ്ട് ലാപ്സായി പോണ് പഞ്ചായത്തില്. അപ്പൊ അതൊക്കെ വെക്കാം. അപ്പൊ അമ്മക്കൊക്കെ സുഖമില്ലാതെ ആർക്കും സുഖമില്ലാതെ നമ്മൾ കസാല വെച്ചാണ്ട് ആ റോട്ടുമ്മക്ക് കൊണ്ടുപോകണം, താങ്ങി കൊണ്ടുപോകണം. അതും വീട്ടിലാരുള്ളത്? ഞാനും അഞ്ചനും ഉള്ളത്. എങ്ങനെ താങ്ങാ? ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡാവാതെ. ഏതായാലും ഇവിടുത്തെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഈ വഴിയോടെയാണോ പോകുന്നത്? സ്കൂളിലേക്കൊക്കെ ബുദ്ധിമുട്ടാണോ പോവാന്? കയറ്റം കയറി പോണോ അല്ലേ? വണ്ടിയൊക്കെ വരായിരുന്നെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങോട്ട് വരായിരുന്നു അല്ലേ? ഇപ്പൊ നടന്നു പോണോ അല്ലേ റോട്ടിലേക്ക്? സ്കൂളിലേക്കൊക്കെ ബാഗൊക്കെ ആയിട്ട് ഇതിലാണ് പോകല്ലേ? വണ്ടി കേട്ട് ഇറങ്ങണ്ടല്ലേ? ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തെ ആളുകൾ എന്ന് പറയുന്നത്. നിരവധി വരുന്ന കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ റോഡ് ഒന്ന് യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇനിയെങ്കിലും പെരുവള്ളൂർ പഞ്ചായത്ത് അധികൃതർ ഒന്ന് കണ്ണു തുറന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അവർ ഒരു അപേക്ഷയായി ഈ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ വെക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ ഇതൊരു കാര്യമായി തന്നെ പരിഗണിക്കണം എന്നുകൂടിയാണ് ഈ നാട്ടുകാർക്ക് പഞ്ചായത്ത് അധികൃതരോട് അപേക്ഷിക്കാനുള്ളത്. അനുരൂപിച്ചിക്കൊണ്ടൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.